മക്കളെ, യെസ് അവന്യ മിസ് ഹിയർ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഓണം എക്സാമിന് മാറ്റമുണ്ടോ മിസ്സേ, മാറ്റമുണ്ടോ? ഇൻസ്റ്റയിലും വാട്സപ്പിലും അതുപോലെ തന്നെ വിളിച്ചിട്ടും എല്ലാവരും ചോദിക്കുന്ന കാര്യമായിരുന്നു, ഓണം എക്സാമിന് മാറ്റമുണ്ടോ? ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ടുണ്ടാകും. യെസ്, ഒരു തീരുമാനമായിട്ടുണ്ട്. ഓണം എക്സാമിന് നമുക്ക് എന്തില്ല, നമുക്ക് മാറ്റമൊന്നും ഇല്ല. ഓക്കെ, 7ാം ക്ലാസ് വരെ നമുക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ ഓണം എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഓഗസ്റ്റ് 13 മുതൽ 20 വരെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഓണം എക്സാം തുടങ്ങാൻ വേണ്ടി വെറും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും കുറേ കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, സ്റ്റഡി ടൈം ടേബിൾ ഇല്ല. ഇനിയിപ്പോൾ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നോക്കേണ്ട ഒരു ടൈമായി. അതായത് പഠിക്കേണ്ട ടൈമല്ല, നിങ്ങൾ ജസ്റ്റ് റിവിഷൻ ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, അപ്പൊ നല്ല കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ടൈം ടേബിൾ ഒക്കെ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. എല്ലാം മിസ് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എജുപോന്റെ ഓണം എക്സാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണോ എന്നുള്ളതാണ് മിസ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമന്റ് ബോക്സ് ഓൺ ചെയ്തേ, അതിൽ സെക്കൻഡ് ലിങ്ക് കണ്ടോ, ഫോർ നോട്ട്സ് അല്ലെങ്കിൽ എന്താ ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സെക്കൻഡ് ലിങ്ക് നിങ്ങൾ കണ്ടോ? ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം ജോയിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ ലൈവിൻ്റെയും ഓരോ വീഡിയോസിൻ്റെയും ഓരോ ഷോർട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ കീസ് ഒക്കെ എന്ത് ചെയ്യും, ഇനി ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുന്നുണ്ടാവുക. നമ്മളെ ഓണം എക്സാം സ്മൂത്ത് ആയിട്ട് എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങണം എന്നുള്ള സ്റ്റുഡൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓൺ ആക്കുക. നമ്മളെ സെക്കൻഡ് ലിങ്ക് അല്ലെങ്കിൽ എന്താണ്, യെസ്, ഫോർ നോട്ട്സ് അല്ലെങ്കിൽ ഫോർ അവർ ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ കൊടുക്കുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. വേഗം തന്നെ ചെയ്യുക, വേഗം തന്നെ ചെയ്യണം. ചെയ്തവർ എന്ത് ചെയ്യണം, ജോയിൻഡ് എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ തന്നെ ചെയ്തവർ എന്ത് ചെയ്യുക, ഈ കമന്റ് ബോക്സിന്റെ താഴെ ജോയിൻഡ് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു കൃത്യമായ പ്ലാൻ ഇനിയും ആവശ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് എന്താണ് എക്സാം അടുത്തെത്തി, 2 ദിവസം മാത്രമേ എക്സാം ഉള്ളൂ, ഇനി എന്ത് ടൈം ടേബിൾ ആണ്, ഇനി എന്ത് പ്ലാൻ ആണ്? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് നമുക്കുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് യൂട്യൂബ് ക്ലാസ്സുകൾ കുറേ കാണാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യൂട്യൂബ് ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് സെറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അതായത് എന്താണ് ഫാസ്റ്റ് ട്രാക്ക്? ഈ പേര് പോലെ തന്നെ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എന്തായിരിക്കും, ഡിസംബർ 31 കൂടിയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഈ ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാല് ഓരോ ചാപ്റ്ററും കുഞ്ഞു വീഡിയോസ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഏത് ടൈമിലും നിങ്ങൾക്ക് അതെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോന് താഴെയും ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, അതായത് ഒരു കുഞ്ഞു വീഡിയോന് താഴെ 3 സെറ്റ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ഓരോരോ വീഡിയോ എടുത്ത് കണ്ട് ടൈം ടേബിൾ സെറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ നമ്മളെ ആപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ വീഡിയോസും കണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, അന്നൊരു സൂം ലൈവ്, അതായത് മിസ്സും മക്കളും മാത്രമായിട്ടുള്ള ഒരു സൂം ലൈവ് ഉണ്ടാകും. ഓക്കെ, ആ സൂം ലൈവ് കഴിഞ്ഞത് അന്ന് നൈറ്റ് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ 2 ടൈപ്പ് എക്സാം ഉണ്ടാകും. ഒന്ന് MCQ ടൈപ്പും രണ്ടാമത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് എക്സാം ഉണ്ടാകും. ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പാരൻസിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങളെ കൂടെ നിൽക്കാൻ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതും ഓരോരുത്തർക്കും ഓരോ മെന്ററാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ നമ്മളെ ആപ്പ് തരുന്ന പോലെ തന്നെ മെന്റേഴ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും, ഇൻഡിവിജ്വൽ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിൽ ചോദിക്കാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം,
ഒക്കെ എന്ത് ചെയ്യാം, മെന്റേഴ്സ് തരും, ചെയ്തു തരും. ഓക്കെ, അതുപോലെ തന്നെ മിസ്സും നിങ്ങളുമായിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പോട്ടെ, ഇനിയിപ്പം AI ത്രൂ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, AI ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സൊക്കെ എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ വീഡിയോ കണ്ട് ലൈവ് കണ്ട് നമ്മൾ December 31 ആകുമ്പോഴത്തേക്ക് പബ്ലിക് എക്സാമിനുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാം, മിസ്സേ പബ്ലിക് എക്സാമിനുള്ള കാര്യം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ പോരെ, December 31 ഉള്ളിൽ പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ, മെല്ലെ മെല്ലെ പഠിച്ചാൽ പോരെ? നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ December 31 എല്ലാ കാര്യങ്ങളും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ January February വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങളോട് മിസ് പറഞ്ഞ കാര്യമായിരുന്നു റിവിഷൻ. യെസ്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, January February നിങ്ങൾ റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും അരച്ച് കലക്കി കുടിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഡിസംബറിൽ എന്തുണ്ടാകും, ക്രിസ്മസ് എക്സാം വരും. അപ്പൊ ഈ ക്രിസ്മസ് എക്സാമിന്റെ ഒരു മോഡൽ എക്സാം എന്തുണ്ടാകും, എജുപോർട്ട് നടത്തുന്നുണ്ടാവും. ഓണം എക്സാമിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, ഓണം എക്സാമിന് മോഡൽ എക്സാം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് 5 മണിക്ക് മോഡൽ എക്സാം നടക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്നൊരു 9 മണിക്ക് തന്നെ നിങ്ങൾക്ക് ആൻസർ കീയും തരും. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് എന്തുണ്ടാകും, മോഡൽ എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ ആൻസർ കീ. പബ്ലിക് എക്സാമിന് മോഡൽ എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ ആൻസർ കീ. പിന്നെ നിങ്ങൾക്ക് ഉള്ളതാണ് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബ്. അതായത് ചില സ്റ്റുഡൻസിന് മാത്സ് ആയിരിക്കും ടഫ്, ചില സ്റ്റുഡൻസിന് BS ആയിരിക്കും ടഫ്, ചില സ്റ്റുഡൻസിന് SS ആയിരിക്കും, ചിലതിന് എന്തായിരിക്കും, ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ടഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നിനും സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ട്. നിങ്ങളെ ബേസിക്സ് ശരിയാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ചാപ്റ്റർ എന്ത് ചെയ്യാം, വാട്സപ്പ് ത്രൂ ഒക്കെ നമുക്ക് രസത്തിൽ പഠിക്കാം അല്ലേ. അപ്പൊ നമ്മളെ മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് വൈസ് ക്ലബ് ഉണ്ട്. ആ ക്ലബിൽ നമ്മൾ ദിവസം എന്ത് ചെയ്യും, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് ആദ്യം സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുത്തിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കും. അപ്പൊ ഇതാണ് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബ്. പിന്നെ മിസ് പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ അല്ലേ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് നിങ്ങൾ PYQ ചെയ്ത് നോക്കുക, ഒരു മോഡലും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതായത് മുൻകാല ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ എന്താ പുതിയ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഒരു ചാപ്റ്ററിന് തന്നെ 2 എക്സാം അവൈലബിൾ ആണ്. പിന്നെ ഒരു മാസം നിങ്ങൾ ബേസിക് സയൻസിന്റെ 2 ചാപ്റ്റർ, സോഷ്യലിന്റെ 3 ചാപ്റ്റർ, മാത്സിന്റെ 3 ചാപ്റ്റർ, ഇംഗ്ലീഷിന്റെ 1 യൂണിറ്റ്, മലയാളത്തിന്റെ 1 യൂണിറ്റ്, അങ്ങനെയൊക്കെയാണ് പഠിച്ചെങ്കിൽ ആ ഒരു മാസത്തിലും നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു എക്സാം ഉണ്ടാകും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, ഇത്രയൊക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എവിടെ പോകുന്നത്, നിങ്ങളൊരു എക്സാമിന് പോകുന്നത്, നിങ്ങളുടെ സ്കൂളിലെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കുറയോ? ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾക്ക് തോന്നണ്ട. ഒരു ആവറേജ് ആയാലും ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയാലും ആരായാലും നിങ്ങൾ പേടിക്കണ്ട. ഇത്രയൊക്കെ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് ബ്രെയിനിൽ എന്ത് ചെയ്യൂടാ, ആ കാര്യങ്ങൾ മൊത്തം ഓട്ടോമാറ്റിക് ആയിട്ട് ഫീഡ് ആവും. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഫീഡ് ആയിക്കോളും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ടാകും. 3 സെറ്റ് ഓഫ് എന്തായിരിക്കും, നോട്ട്സ് ഉണ്ടാകും. നമ്മളെ ഫാക്കൽറ്റീസിന്റെ നോട്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽ, അതായത് എക്സാം നോട്ട്സ് ഒക്കെ പോലെ എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്യും, എജുപോർട്ട് തരും കേട്ടോ. ഇതിന്റെ കൂടെ മാത്സിന്റെയും ഇംഗ്ലീഷിനും ഫൗണ്ടേഷനും ഫ്രീ ആണ്. അതായത് എന്തിനാണ് ഫൗണ്ടേഷൻ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇംഗ്ലീഷിന് ബേസിക്സ് ഇല്ല, മാത്സിന് ബേസിക്സ് ഇല്ല എന്നാണ് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അത് മാനിച്ചിട്ടാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഇംഗ്ലീഷിനും മാത്സിനും എന്തുണ്ടാവുക, ഫൗണ്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡായിട്ടൊക്കെ ക്ലാസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ കാണാം. നിങ്ങൾ ചോദിക്കണ്ട, മിസ് ഓണം എക്സാം ആയില്ലേ, ഇനി എന്തിനു ജോയിൻ ചെയ്യുന്നു? ഓണം എക്സാമിനുള്ള കാര്യങ്ങൾ മുന്നേ അവിടെ പ്രിപ്പയർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആയാലും അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആയാലും PYQs ആയാലും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഓൾറെഡി അവിടെ ആപ്പിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മളെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് ആ ഓണം എക്സാമിന്റെ കാര്യങ്ങൾ വേഗം ഒന്ന് ഓടിച്ച് പഠിക്കുക. നിങ്ങൾ
പഠിക്കണം മിസ്, കുറെ വീഡിയോസ് ഇല്ല, എങ്ങനെ ഇപ്പൊ വേഗം ഓടിച്ച് പഠിക്കാം? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ അവിടെ വൺ ഷോട്ട് വീഡിയോയും പ്രഡിക്ഷനും എടുത്തിട്ടുള്ളത് കേട്ടോ. വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റ വീഡിയോയിൽ പഠിക്കും. പിന്നെയോ ആ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, പ്രഡിക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മിസ്സും എല്ലാ ഫാക്കൽറ്റീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം എടുത്ത് പഠിച്ചാൽ മതി. അപ്പോഴേ അതായത് എക്സാമിന് പോകാൻ, എക്സാമിന് ടൈം ആയി അല്ലേ, അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റും നോട്ടും തുറന്ന് വെച്ച് പഠിച്ചാൽ ശരിയാവോ? ഇല്ല, നമ്മൾ വളരെ എന്തായിരിക്കണം, സ്മാർട്ട് വർക്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രഡിക്ഷൻ വീഡിയോ ഇപ്പോഴേ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് ഈ ഒരു നമ്പറിൽ താഴേക്കാവുന്ന നമ്പർ എന്ത് ചെയ്യാം, നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് അതായത് ഫസ്റ്റ് ലിങ്ക് കണ്ടോ, സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞ ലിങ്ക് കണ്ടോ, ആ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ മീഡിയം ഒന്ന് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തേ ആ ഒരു ഫസ്റ്റ് ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ജോയിൻ അവർ സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ജോയിൻ അവർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അല്ലെങ്കിൽ ജോയിൻ അവർ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാകും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, പേര്, ക്ലാസ്, ഡിവിഷൻ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇത് ചെയ്തവർ വേഗം തന്നെ ഈ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ യെസ് ജോയിൻഡ് എന്ന് പറയണം കേട്ടോ. അപ്പൊ ഈ വാർത്ത നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒരുപോലെ പഠിക്കട്ടെ അല്ലേ. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ലൈവ് ലിങ്ക്, ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി എല്ലാ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ കാര്യം മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മൾ താഴെ എന്തുണ്ട്, കമന്റ് ബോക്സിൽ ഫസ്റ്റ് ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.